ഇറ്റ്സ് മീ ഷൈല്യാസ് ഫ്രോം ഗുഡ് ഡിസൈൻ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഡ്രസ്സ് അല്ലെങ്കിൽ ഡിസൈൻ വെയർസ് അങ്ങനെയൊന്നും കാണിക്കാനല്ല കേട്ടോ. നമ്മുടെ ഷോപ്പിന്റെ ഉദ്ഘാടനം പറഞ്ഞത് കുറച്ച് ദിവസം മുന്നേ കൂടെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മെയ് 5 ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാണ്. 4:30 ടൈം, എക്സാക്ട് ടൈം ഉള്ളത് ഞാൻ എന്തായാലും നിങ്ങളോട് അറിയിക്കാം കേട്ടോ. അപ്പൊ എല്ലാവരെയും ഈവനിങ്ങിനാണ് ഇതാക്കിയിട്ടുള്ളത്. കാരണം രാവിലെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇപ്പോഴത്തെ ചൂടിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം അതുകൊണ്ട് ഒന്നൊരു സമാധാനമായിട്ട് ഇനാഗ്രേറ്റ് ചെയ്യാൻ നേരിട്ട് വൈകിട്ടേക്കാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ അപ്പം എല്ലാവരും വരാൻ പറ്റുന്നവരൊക്കെ അതിലേക്ക് വരിക കേട്ടോ, ആ ഒരു ഫംഗ്ഷന് പങ്കെടുക്കുക. അപ്പോൾ അങ്ങനെ അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഷോപ്പിലേക്ക് കുറച്ച് സ്റ്റാഫുകളുടെ ഷോർട്ടേജ് ഉണ്ട്. പല എന്താ പറയുക ഇതിലേക്കും കേട്ടോ, പല ഏരിയകളിലേക്കും ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് പറയാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു യൂണിറ്റ് മാനേജറെയാണ് കേട്ടോ. യൂണിറ്റ് മാനേജർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസൈനർ വെയർ യൂണിറ്റ് ഉണ്ടല്ലോ, ഡിസൈൻസും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സുകൾ, സ്റ്റിച്ചിങ് അതൊക്കെ വരുന്നത്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള ആളുകൾ, കുറച്ചൊരു 1 ഇയറോളം എക്സ്പീരിയൻസ്, 1 ഇയർ മിനിമം കേട്ടോ എക്സ്പീരിയൻസ് ഉള്ള കുറച്ചൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ആളുകളാണ് അതിലേക്ക് ഞങ്ങൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു ജോബാണ് അത് കേട്ടോ. സംഭവം അത് അതിൻ്റെതായ രീതിയിൽ കറക്റ്റ് ഫോളോ ചെയ്ത് പോകണമല്ലോ. അപ്പോൾ ആ ഒരു അങ്ങനെ ഏബിൾ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫീൽഡിലേക്ക് 1 ഇയർ എക്സ്പീരിയൻസോട് കൂടിയിട്ട് മിനിമം ഉള്ള ആളുകൾക്ക് നമ്മുടെ ഇതിൽ എന്താ പറയുക നമ്പർ കൊടുക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ CV സെൻഡ് ചെയ്യുക. അതിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. അപ്പോൾ ആ നമ്പറിലേക്ക് നിങ്ങളുടെ CV അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതിൽ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫാഷൻ ഡിസൈനറെയാണ്. ഫാഷൻ ഡിസൈനറെ അതും അതുപോലെ തന്നെ ഒരു 1 ഇയർ മിനിമം നമുക്ക് മിനിമം എക്സ്പീരിയൻസ് 3 ഇയറൊക്കെ ഒരു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സന്തോഷം. കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഒന്നും കൂടെ ഫൈൻ. പക്ഷേ ഇനിയല്ല, ചില ആളുകൾക്ക് എന്താ പറയുക നല്ല എന്താ പറയുക ക്രിയേറ്റീവായിട്ട് ചെയ്യണം, അതുപോലെ തന്നെ നല്ല പാഷനോടുകൂടി ഇത് കാണുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കും തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാട്ടോ. അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ നമുക്ക് ഡേറ്റ് ചെയ്യാൻ പറയാം ലാസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഡിസൈനറെ ആവശ്യമുണ്ട്. 2 പേരാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത് ഡിസൈനേഴ്സ് ആയിട്ട് കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റാഫുകൾ, നമ്മുടെ ഷോപ്പിൽ മാനേജ് ചെയ്യാനുള്ള സ്റ്റാഫുകൾ, ഒരു സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട്. അതിപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എത്ര വേക്കൻസി ഉണ്ട്, ഒരു 6 വേക്കൻസിയോളം സെയിൽസ് സ്റ്റാഫിനുണ്ട്. അതും നന്നായിട്ട് എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, ഒരു 3 അല്ലെങ്കിൽ ഒരു 4 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ബെറ്റർ ആണ്. ഇനി അല്ല 1 ഇയർ എക്സ്പീരിയൻസ് ആയാലും കുഴപ്പമില്ല. പക്ഷെ പ്രിഫറൻസ് ഒരു 4 ഇയറോളം എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ബെറ്റർ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് എന്താ ഇനി വേണ്ടത് ജസ്ക? പിന്നെ എന്താണ് അക്കൗണ്ടന്റിന്റെ ആവശ്യമുണ്ട്. അതും എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്താ പറയുക നമ്മൾ നോക്കുന്നത്. അതും ആൺകുട്ടിയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ അല്ലേ. മെയിലാണെങ്കിൽ ഒന്നും കൂടെ കാരണം വെച്ചാൽ കുറച്ച് ടൈമിലൊക്കെ എന്താ പറയുക ഡിലേ ആവുന്ന ഒരു പ്രോസസ്സാണല്ലോ ഈ അക്കൗണ്ട് ലാസ്റ്റ് ടൈം വരെ. അപ്പോൾ അത് കുറച്ച് ലേഡീസിനേക്കാളും പ്രിഫർ ചെയ്യണത് ജെൻസിനെയാണ്. അപ്പോൾ അതങ്ങനെ അക്കൗണ്ടന്റിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു യൂണിറ്റ് മാനേജർ, അതുപോലെ തന്നെ സെയിൽസ് സ്റ്റാഫ്, അക്കൗണ്ടന്റ്, ഫാഷൻ ഡിസൈനർ, ഇങ്ങനെ 4 കാറ്റഗറിയിലേക്ക് ആളെ ആവശ്യമുണ്ട്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ മെൻഷൻ ചെയ്യാം. ആ നമ്പറിലേക്ക് നിങ്ങളുടെ CV സെൻഡ് ചെയ്യുക. എന്തെങ്കിലും ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാം. അപ്പോൾ അതിൽ തന്നെ നിങ്ങളുടെ ഇൻ്റർവ്യൂ ഡേറ്റും മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.